ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ മുൽത്തജിഅൻ അലാ ബത്നിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹം കമിഴ്ന്ന് കിടക്കുന്നതായിട്ട്, വയറിന്മേൽ കിടക്കുന്നതായിട്ട് എന്ന് പറഞ്ഞാൽ കമിഴ്ന്ന് കിടക്കുന്നതായിട്ട് കണ്ടു. ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്ന വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടപ്പോൾ ഫഖാല, അവിടുന്ന് പറഞ്ഞു, ഇന്ന ഹാദിഹി ലിജ്അത്തുൻ ലാ യുഹിബ്ബുഹല്ലാഹു. നിശ്ചയം ഇത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കിടത്തമാണ്. അള്ളാഹു തആല ഈ കിടത്തം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. കമിഴ്ന്നുള്ള കിടത്തം അള്ളാഹുവിന് ഇഷ്ടമല്ല. മറ്റൊരു ഹദീസിൽ കാണാം, ലിജ്അത്തുൻ യുബ്ഗിദുഹല്ലാഹു. അള്ളാഹു തആലക്ക് ദേഷ്യമുള്ള കിടത്തമാണ്. ഇങ്ങനെ പല രൂപത്തിലും ആ കിടത്തത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. ആകയാൽ കമിഴ്ന്നുള്ള കിടത്തം അത് നല്ലതല്ല. അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ അനുവദിക്കപ്പെട്ടതാണ്, പക്ഷേ ഒഴിവാക്കേണ്ടതാണ്. അള്ളാഹുവിനത് ഇഷ്ടമല്ല. ആ കിടത്തമല്ല യഥാർത്ഥ മുഅ്മിൻ കിടക്കേണ്ട രൂപം. കറാഹത്തായ കാര്യങ്ങളും മറ്റുമൊക്കെ ഒഴിവാക്കേണ്ടതാണ്, അല്ലാതെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളല്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോഴാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമയായിട്ട് മാറുന്നത്. അതുകൊണ്ട് ശാരീരികമായി വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ഉണ്ടാകാം, ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഥാർത്ഥ മുഅ്മിൻ കിടക്കേണ്ട രൂപം പറഞ്ഞത് വലതുഭാഗത്തിന്മേൽ ചരിഞ്ഞു കിടന്നാൽ, വലതുഭാഗത്തിന്മേൽ ചരിഞ്ഞു കിടന്ന് മുൻഭാഗം ഖിബലയിലേക്ക് വരുന്ന രൂപത്തിൽ കിടക്കണമെന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചത്. ആ കിടത്തം കൊണ്ടുണ്ടാകുന്ന നേട്ടം നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമെന്നും രക്തയോട്ടം നന്നായിട്ട് നടക്കുമെന്നെല്ലാം ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. ഇടതുഭാഗത്താണ് ഹൃദയമെന്നും അത് മുകൾ ഭാഗത്ത് വരുമ്പോൾ എല്ലായിടത്തേക്കും ശരീരം ഇങ്ങനെ അനങ്ങാതെ കിടക്കല്ലേ, രാത്രി വിശ്രമിക്കുന്ന ടൈമിലാണ്. അപ്പോൾ രക്തയോട്ടം നന്നായിട്ട് കിടക്കുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഏതോ ആവട്ടെ, ഇങ്ങനെ കുറേ ഗുണങ്ങൾ ആ വലതുഭാഗത്തിന്മേൽ ചരിഞ്ഞ് കിടക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മറ്റേ കിടത്തം കൊണ്ട് എന്തായാലും ആ ഗുണം കിട്ടില്ല എന്ന് മാത്രമല്ല, ചില ദോഷങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്.